അല്ല, ശരിക്കും സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് വന്നത് ബി.ജെ.പിയിൽ നിന്നോ അതോ സി.പി.എമ്മിൽ നിന്നോ? സി.പി.എം നേതാക്കളുടെ പ്രസ്താവന കണ്ടാൽ വിചാരിക്കും സി.പി.എമ്മിൽ നിന്നാണ് വന്നത്. 2 ദിവസം മുമ്പ് വരെ സന്ദീപ് വാര്യർ സി.പി.എമ്മുകാർക്ക് ക്രിസ്റ്റൽ ക്ലിയറുള്ള നേതാവായിരുന്നു. നല്ലൊരു അഭിമാനമുള്ള, ആരെയും പിടിച്ചിരുത്താനൊക്കെ പറ്റുന്ന വാഗ്മി എന്നൊക്കെയായിരുന്നു പറഞ്ഞിരുന്നത്. സി.പി.എമ്മിലേക്ക് ക്ഷണിച്ച് കിട്ടാതായപ്പോൾ, ആ കിട്ടാത്ത മുന്തിരി പുളിക്കും എന്നായപ്പോഴുള്ള സി.പി.എം നേതാക്കളുടെ പ്രസ്താവനകളൊന്ന് കണ്ടു നോക്കി. കേരളത്തിൻ്റെ ചരിത്രത്തിലെ അങ്ങേയറ്റത്തെ, കേരളത്തിന് പരിചിതമില്ലാത്ത ഹേറ്റ് സ്പീച്ചുകൾ നടത്തിയിട്ടുള്ള ഒരാളാണ്. വിദ്വേഷ പ്രസംഗവും മുസ്ലിം വിരുദ്ധ പ്രസംഗങ്ങളും നടത്തിയിട്ടുള്ള ഒരാളാണ് ശ്രീ സന്ദീപ് വാര്യർ. ആ സന്ദീപ് വാര്യർക്ക് കോൺഗ്രസ് പ്രവേശനം നൽകുന്നതിലൂടെ സമൂഹത്തിന് നൽകുന്ന സന്ദേശം എന്താണ് എന്ന് ശ്രീ വി.ഡി. സതീശൻ ആൻഡ് കമ്പനി വ്യക്തമാക്കണം. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അവരുടെ നിലപാട് വ്യക്തമാക്കണം. ഇവിടെ സന്ദീപ് വാര്യർക്ക് വേണ്ടി, കോൺഗ്രസിന് വേണ്ടി സജീവമായി നിലപാട് സ്വീകരിക്കുന്ന മറ്റു ചില സംഘടനകളുണ്ട്. ആ സംഘടനകളും ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കണം. ഇത് അങ്ങേയറ്റം തെറ്റായ ഒരു സന്ദേശമാണ് കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് കോൺഗ്രസ് ഇന്നത്തെ ദിവസത്തോടു കൂടി നൽകിയിരിക്കുന്നത്. ഇതേ സന്ദീപിനെ പാർട്ടിയിലേക്ക് പല വിശേഷണങ്ങളും CPM നേതാക്കൾ നൽകിയിരുന്നു. ഈ സന്ദീപിനെ കുറിച്ച് ഇങ്ങോട്ട് അഭിപ്രായം ഉണ്ടാവാതെ പോയത് CPIM-ലേക്ക് നിങ്ങൾ ചോദിച്ച ചോദ്യത്തിൽ വസ്തുതാപരമായ പിശകുണ്ട്. CPIM-ലേക്ക് ഒരാളും സ്വാഗതം ചെയ്തിട്ടില്ല. സന്ദീപ് നല്ല വ്യക്തിയാണ് എന്നുള്ള അഭിപ്രായമല്ലേ നേരത്തെ പറഞ്ഞെന്ന് പറഞ്ഞത്. വ്യക്തിപരമായ അല്ല ഞങ്ങൾ കാര്യങ്ങളെ കാണുന്നത് എന്ന് CPIM-ൻ്റെ നേതാക്കൾ വിശദീകരിച്ചിട്ടുണ്ട്. ശരിയാണ്, വ്യക്തിപരമായല്ല ഞങ്ങൾ കാണുന്നത്. ഒരാൾ ഒരു നിലപാടെടുക്കുന്ന, അയാൾ നിൽക്കുന്ന രാഷ്ട്രീയത്തോട് ചേർന്നാണ്. ഇത്തരത്തിലുള്ള നിലപാടുകൾ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അതിൽ തർക്കമില്ല. CPIM-ൻ്റെ പൊതു നിലപാടാണത്. ഒരാളെ സംബന്ധിച്ച് ഒരു വ്യക്തി ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമായി നിൽക്കുമ്പോൾ പറയുന്ന കാര്യങ്ങൾ എന്ന നിലയിലാണ്. പക്ഷേ സന്ദീപിൻ്റെ കാര്യത്തിൽ ഒരു പ്രത്യേകമായൊരു പരിശോധനയ്ക്ക് ഞങ്ങളുടെ പാർട്ടി തയ്യാറായിട്ടുണ്ടാകുമെന്ന് കരുതിക്കോ. ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറയുന്നില്ല. CPIM-നെ പോലൊരു പാർട്ടി അത് സംബന്ധിച്ച് ഈ പറയുന്നൊരു കാര്യത്തിൽ എനിക്കിപ്പോൾ എല്ലാം നിങ്ങളോട് പറയാൻ പറ്റില്ലല്ലോ. വളരെ കൃത്യമായ ചില പരിശോധനകളും ചില ആലോചനകളും നടത്തിയിട്ടുണ്ടാകാം എന്ന് നിങ്ങൾ കരുതിക്കോളൂ. അപ്പോൾ പൊതുസമൂഹത്തിന് നമ്മൾ ഇത്തരത്തിലൊരു സ്റ്റെപ്പ് എടുക്കുന്നതിലൂടെ പൊതുസമൂഹത്തിലേക്ക് കൊടുക്കുന്ന നിലപാടെന്നാണ്. പൊതുസമീപനം ഇത് തന്നെയാണ്. വ്യക്തിപരമായിട്ടല്ല ഞങ്ങൾ ആരെയും കാണുന്നത്. BJP-യിൽ പ്രവർത്തിക്കുന്നയാളെയോ കോൺഗ്രസിൽ പ്രവർത്തിക്കുന്നയാളെയോ വ്യക്തിപരമായ ഒരു കള്ളിയിൽ അല്ല ഞങ്ങൾ കാണുന്നത്. അതുതന്നെയാണ് സഖാവ് AK ബാലനായാലും നിങ്ങൾ നേരത്തെ പറഞ്ഞ ഞങ്ങളുടെ ഭാഗത്ത് വന്ന അഭിപ്രായങ്ങളെല്ലാം. അപ്പോഴൊന്നും ആരും സ്വാഗതം ചെയ്തിട്ടില്ല കേട്ടോ. CPM-ലേക്ക് ഒരാളും സ്വാഗതം ചെയ്തിട്ടില്ല. എന്നോട് പലപ്പോഴും ചോദിച്ചപ്പോൾ അദ്ദേഹം നിലപാട് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു അഭിപ്രായത്തിന് ഇപ്പോൾ പ്രസക്തിയേയില്ല എന്നാണ് പറഞ്ഞത്. പൊതു നിലപാട് അത് തന്നെയാണ് ഞങ്ങളുടെ പൊതു നിലപാട്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ സവിശേഷമായൊരു ചർച്ചയുടെ ആവശ്യകതയുണ്ട്, സവിശേഷമായൊരു സമീപനത്തിൻ്റെ ആവശ്യകതയുണ്ട്. അതിൻ്റെ കാരണം എന്താണ്?